പോയിക്കോ. നിന്നധികം വെയില് കൊള്ളണ്ട. സിനിമാ നടിയുടെ അമ്മയുടെ ഗ്ലാമർ പോയാലോ? ചെല്ല്, വിട്ടോ. വാടോ. മൈ ലിറ്റിൽ കണ്ണ, ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്? അമ്മ പേടിക്കൊന്നും വേണ്ട. ശിവയുടെ മേൽ ഒരു മണ്ണ് നുള്ളിയിടാൻ പോലും ആർക്കും സാധിക്കില്ല. അമ്മ വാ വാ. വാ. ഹലോ. ഹലോ ഡി കെ, ഞാനിപ്പോ തറവാട്ടിലാ. തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. അതറിഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നേ. ഒരു പ്രശ്നമുണ്ടല്ലോ ഡി കെ. എന്ത് പ്രശ്നം? IG ഇപ്പൊ വിളിച്ച് വച്ചതേ ഉള്ളൂ. ഡി കെ മൈ നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. എന്താ ഇത്ര സീരിയസ് പ്രോബ്ലം? ഹിരൺമയി ദേവദാസ് എന്ന സ്ത്രീയുമായി എന്താ പ്രോബ്ലം? എന്തു പറ്റി? ആരാണ് ആ സ്ത്രീ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ശിവയുടെ കാര്യം. ആ പെൺകുട്ടിയുടെ അമ്മയാ. ഓ, അത് ശരി. ആ സ്ത്രീ IG ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്ത് കംപ്ലൈന്റ്? ക്ഷേത്രത്തിൽ വെച്ച് അവരെ ആക്രമിച്ചെന്നുള്ള കേസ്. ഓ, അത് ശരി. ഡി കെ, സംഗതി സീരിയസ്. തൽക്കാലം IG ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. എന്താ ഇന്നുണ്ടായത്? ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. പക്ഷേ ശിവയുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു മൂവ് ഉണ്ടാവരുത്. അങ്ങനെ സംഭവിച്ച സംഗതി എന്റെ കയ്യിൽ നിൽക്കില്ല. ആ സ്ത്രീ ഇപ്പോ ഏതോ ഒരു നാട്ടിൻപുറത്തെ പഴയ ഡാൻസർ ഹിരൺമയി അല്ല, സൗത്ത് ഇന്ത്യയിലെ പേര് കേട്ട ആക്ട്രസിന്റെ അമ്മയെ. ഉന്നതങ്ങളിൽ അവർക്ക് വലിയ പിടിപാടും ഉണ്ട്. ഇത്രയും നാളുകൊണ്ട് അവർക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് ഓർമ്മ വേണം. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പണ്ടത്തെ DK അല്ല ഇന്നത്തെ DK. അന്ന് എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് എന്റെ അനിയന് നേരെ ഇനി അവരൊരു ചെറു വിരൽ അണയ്ക്കിയാൽ പിന്നെ ഈ DK ആയിരിക്കും അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അതും കൂടി അവരോട് പറയണമെന്ന് നിങ്ങളുടെ IG പറഞ്ഞേക്ക്. എനിവേ, കാര്യങ്ങൾ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവാതെ താൻ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ. ചേട്ടാ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാനിപ്പോ എന്തോ പറയാനാ. 2 ദിവസങ്ങളൊരു ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പഴയ പോലെ ആവുക. ആശാനും വിളക്കും മാത്രം അല്ലേടി പെങ്ങളെ. വല്ലപ്പോഴും നിങ്ങളെല്ലാരും കൂടെ വന്ന സന്തോഷമായിരുന്നു. വരാൻ ചേട്ടാ. ചേട്ടാ ഹാപ്പി ആയിട്ടിരിക്കേ. മക്കളില്ലാത്ത ഞങ്ങൾക്ക് യുവമാര് 2 മക്കള് തന്നെയാ. ഞങ്ങള് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അവനോട് എപ്പോഴും 2 ഏക്കർ ചോദിക്കും. ഇടയ്ക്കിടയ്ക്ക് കാശും വാങ്ങിക്കും. വിഷുക്കൈ നീട്ടം വാങ്ങിക്കാൻ കാറും പിടിച്ച് ഞങ്ങൾ അവിടേക്ക് വരും. ചിലപ്പോൾ വഴക്കവും ഉണ്ടാക്കും. ഒന്നിനും വേണ്ടിയിട്ടല്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ ഒരു പങ്ക് ഈ അമ്മാവനും കൂടെ അവകാശപ്പെട്ടതാ. സത്യമാണ് മക്കളെ. അത് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ. അല്ലാതെ ഞാനിതൊക്കെ വാങ്ങിച്ചിട്ട് ആർക്ക് കൊടുക്കാനാ? എന്റെ സ്വത്ത് നിങ്ങളൊക്കെ തന്നെയാ. അച്ഛന്റെ മരണശേഷം ഞങ്ങളോട് അമ്മാവൻ കാണിച്ച സ്നേഹം എന്റെ മനസ്സിലുണ്ട്. അമ്മാവന്റെ സ്നേഹം ഞങ്ങൾക്ക് തന്ന ആശ്വാസവും ബലവും ചെറുതല്ല. ആക്ച്വലി അത് നിങ്ങളുടെ വീടല്ലേ?
എത്ര നാളായി പറയുന്നു രണ്ടുപേരുടെ കൂടി അവിടെ വന്ന് നിൽക്കാൻ. അതിന് ഇവിടം വിട്ട് നിന്നാലേ ഇങ്ങേർക്ക് ഉറക്കം വരണ്ടേ? എവിടെ പോയാലും ഇതിനകത്ത് വന്നാലേ ഇങ്ങേര് ഉറങ്ങും. അതുകൊണ്ടാ ഒരു ദിവസം പോലും അവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തത്. ജ്യോതിമോളെ, പട്ടം പോലെ ഇപ്പൊ ഇവന്റെ മനസ്സ്. അത് പിടിച്ചു നിർത്താൻ ഇപ്പൊ നിനക്കേ പറ്റൂ. ഞാൻ നോക്കിക്കോളാം അമ്മാവ. പിന്നെ അമ്മാവിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ വരണം. പിന്നെ വരാതെ, അതും എന്റെ വീടല്ലേ. ആഹാ. മോനെ ശിവ, അമ്മാവാ, അമ്മാവൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്ക്. നിന്നെ പറ്റിയത് എന്റെ പെങ്ങളാണെങ്കിലും വളർത്തിയത് ഞാനില്ലേടാ. പഴയതുപോലെ പാട്ടും ഡാൻസും സ്റ്റേജും ഒക്കെ നീ തിരിച്ചു പിടിക്കണം. നീ കലാകാരനാടാ. സ്റ്റേജ് തരുന്ന ശക്തി മറ്റൊന്നിനും തരാൻ പറ്റില്ല. നീ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. ഞങ്ങള് ഇവിടെ തനിച്ച. അമ്മാവാ, അമ്മാവന്റെ സ്നേഹം എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? ഞാൻ വരും, അമ്മാവന്റെ പഴയ ശിവയായിട്ട്. നിങ്ങള് പിള്ളേരെ പറഞ്ഞു വിഷമിപ്പിക്കാതെ മനുഷ്യ. സന്തോഷം കൊണ്ടാടി എത്ര കാലം കൂടിയായി അവന്മാർ ഇങ്ങോട്ട് വന്നത്. എന്നാലും ആ 2 ഏക്കർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുവേ. അമ്മാവ, എല്ലാരും ഉപേക്ഷിച്ച കാലത്ത് ദൈവത്തെ പോലെ കൂടുന്ന ആളല്ലേ അമ്മാവൻ. മരിച്ചുപോയ അച്ഛന്റെ സ്നേഹം കൂടി അമ്മാവൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ കടം ഞാൻ എങ്ങനെ വീട്ടും? അവസാനം വയ്യാതെ കിടക്കുമ്പോ ഒരു തുള്ളി വെള്ളം തരാൻ നിങ്ങളൊക്കെ ഉള്ളൂ ഈ അമ്മാവന്. മോനെ, ഇവളെ വിട്ടുകളഞ്ഞേക്കരുത്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മാവ. അമ്മായി, പോയിട്ട് വരാം. അമ്മ ഇറങ്ങാം. പെങ്ങളെ, ഓ, പോകാൻ നേരത്ത് നീ മുറി ഇംഗ്ലീഷ് ഒന്നും പറയുന്നില്ലയോ? സീ യു ചേട്ടാ. അപ്പൊ ശരി, അടുത്ത 1-ാം തീയതി കൈനീട്ടം വാങ്ങാൻ ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്നാ പോയിട്ട് വാ. മോളെ, മോളെ ഫ്രണ്ടിൽ കയറിക്കോ. ആ, അത് കേറു മോളെ. ജ്യോതി, ഇറങ്ങ. ഇറങ്ങാനല്ലേ പറഞ്ഞു? ഏട്ടാ, ജ്യോതി ഫ്രണ്ടിൽ ഇരിക്കട്ടെ. ചുമ്മാ ഇരിയമ്മേ, ഇറങ്ങി. എന്താ എന്താ ശിവ? എടാ, ജ്യോതി ഇരിക്കട്ടെ. എന്നിട്ട് അമ്മ ഇങ്ങോട്ട് കയറ്. അമ്മ കേറ്, സമയമില്ല. അമ്മ കേറ്, കേറമ്മേ, കേറ്. വാ ജ്യോതി, കേറ്. എന്താടാ? ജ്യോതി കേറ്, കേറ്, കേറ്. കാലകത്ത് വയ്ക്കും, ചുരിദാറ്. ആ ഏട്ടാ, എന്നാ ശരി, ഞാൻ പറയാൻ വന്നോളാം. അമ്മാവാ, എന്നാ പോയിട്ട് വരാം. ശരി അമ്മായി, ശരി, പോയിട്ട് വരാം. വാ അമ്മേ. ഹായ് ബേട്ടി. അമ്മേ, 2 ദിവസം ഹാപ്പി ആയിരുന്നല്ലേ? അല്ല, മറ്റുള്ളവരൊക്കെ അവിടെ? അവരൊക്കെ പുറത്തുപോയി. അവരൊക്കെ പറഞ്ഞ ആരൊക്കെ? ബാലുവും ഗോകുലും കൂടെ മായേച്ചിയും താരേച്ചിയും.
ബാലു പോകലോ? അവരെപ്പോഴാ വന്നത്? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. പറച്ചിലും അനുവാദം ചോദിക്കലൊക്കെ ഇപ്പൊ അവര് മറന്നുപോയി. ഇപ്പൊ എന്ത് തോന്നിയാസത്തിലും ജീവിക്കാന്നായി അല്ലേ? ഇവളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? കമോൺ മൈസൺ. നിന്നെ കൂട്ടാതെ അവരിപ്പോ എവിടേക്കാ പോയത്? സത്യം പറ. അല്ല ചേട്ടാ, ചേട്ടൻ വരുന്നില്ലേ? അതോ ചോദ്യം ചെയ്ത് തീർന്നിട്ടേ വരുള്ളോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഓ ശരി ശരി, ഞാൻ ദേ പൊയ്ക്കോളാം. ഈ പാവത്തിന്റെ വിധി. നിങ്ങൾ 3 പേരിൽ ആരാ അവരെ തിരിച്ചു വിളിച്ചത്? ഞാനല്ല. ഒരു വലിയ ജോലിക്കാ അവരെ ഞാൻ ബാംഗ്ലൂരിലേക്ക് അയച്ചത്. അവിടെ നിന്ന് അവരെ തിരിച്ചു വിളിച്ചത് ശരിയായില്ല. ഞാൻ വിളിച്ചിട്ടില്ല DK. അവര് വരുമ്പോ എന്നെ കാണാൻ പറയണം. മനസ്സിലായോ? മനസ്സിലായി. ശരി ശരി, വരാം. കൃത്യമായിട്ട് തന്നെ രാവിലെ എത്താം. എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കും. ആ ശരി. ഓ ഓക്കെ. ആരായിരുന്നു ഫോണില്? മുഖത്ത് വലിയ സന്തോഷമുണ്ടല്ലോ. മുഖത്ത് മാത്രമല്ല, മനസ്സിലും സന്തോഷം തന്നെ. എന്താ ഇത്രയ്ക്ക് വലിയ സന്തോഷം? എടേ, നമുക്ക് ഉടനെ അമരാവതി വരെ ഒന്ന് പോകേണ്ടി വരും. അത്രയ്ക്ക് വലിയ ചടങ്ങ് അവിടെ നടക്കാൻ പോകുന്നത്. അതെന്താ അത്ര വലിയ ചടങ്ങ്? പ്രിയമോളെ, നിന്റെ ചേച്ചിയുടെയും DKയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് വല്ല നിശ്ചയം ഉണ്ടോ നിനക്ക്? വെഡിങ് ആനിവേഴ്സറി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായെന്ന് തോന്നുന്നേ ഇല്ല അച്ഛാ. അതെ മോളെ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നത്. കല്യാണം കഴിഞ്ഞാൽ വാർഷികമൊക്കെ വരും. അതിന് ഇത്രയ്ക്ക് സന്തോഷിക്കുന്ന എന്തിനാ? ഒരച്ഛന്റെ മനസ്സിലാതി നിനക്കറിയത്തില്ല. ഇതിപ്പോ പത്മാവതി അമ്മ അവരുടെ വെഡിങ് ആനിവേഴ്സറി വലിയ ആഘോഷമായിട്ട് നടത്താൻ പ്ലാൻ ചെയ്തിരിക്കുക. പത്മാവതി അമ്മയാണോ വിളിച്ചത്? അതെ. ഇത് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം അച്ഛാ. എന്തായാലും നാളെ അമരാവതി വരെ ഒന്ന് പോണം. അപ്പോ ഇവളുടെ കല്യാണത്തിന്റെ ബാക്കി കാര്യം കൂടി സംസാരിക്കാം. ഞാനും കൂടി വന്നാലോ? വേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം. അതെ, തീയതി കുറിച്ച് വിവരം പറയണ്ടേ? ഇനി അധിക സമയമില്ലല്ലോ. ആഭരണവും വസ്ത്രവും ഒക്കെ എടുക്കണം. അതൊക്കെ സമയത്തിനെടുക്കും. നീ അതിനെ കുറിച്ച് ആവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ സംസാരിക്കാൻ തന്നെയാ ഞാൻ പോകുന്നത്. ചേച്ചിയെ എനിക്കൊന്ന് കാണണമെന്നുണ്ടച്ചാ. ഇനിയിപ്പോ വെഡിങ് ആനിവേഴ്സറിക്ക് കാണാമല്ലോ. പ്രിയമോളെ, നമ്മൾ എന്താ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കേണ്ടത്? ഓ, നമ്മളവർക്ക് എന്ത് സമ്മാനം കൊടുക്കാനാ? നിങ്ങളുടെ മോളും മരുമോനും വലിയ കോടീശ്വരന്മാരല്ലേ. ഇത്രയ്ക്ക് അസൂയ പാടില്ലമ്മേ. അച്ഛാ, അമ്മ പറയുന്നത് കാര്യമൊക്കെ. അവർക്ക് 2 പേർക്കും നമ്മൾ നല്ലൊരു സമ്മാനം കൊടുത്തേ പറ്റും. മോള് പറഞ്ഞതാണ് കറക്റ്റ്. അവർക്ക് ഒരടിപൊളി സമ്മാനം തന്നെ കൊടുക്കണം. എന്താ നിങ്ങളുടെ പ്ലാൻ? ആദ്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. പ്രിയമോളെ, വാ, നമുക്കൊന്ന് ആലോചിക്കാം. കുറച്ചുകൂടി കാലുറപ്പിച്ച് ചവിട്ടിക്കോ. എന്തുപറ്റി? സാരില്ല, കുറച്ചുകൂടെ നടക്ക. അതൊക്കെ
ഇപ്പൊ ശരിയായി. 1-2 ആഴ്ച കൂടി, പിന്നെ നിനക്ക് സുഖമായിട്ട് നടക്കാം. വാ, അകത്തേക്കിരിക്കാം. പതുക്കെ പതുക്കെ. ആ ആ ഇരിക്കാം. ഇവിടെ നിന്നോ. ഒരു മിനിറ്റ്. ഇങ്ങോട്ടിരിക്കാം. സൂക്ഷിച്ചു. ഇതുപോലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം സുഖം. നിന്റെയും DKയുടെ ആനിവേഴ്സറി ദിവസം ആരുടെയും സഹായം ഇല്ലാതെ നടന്നു വന്ന് നിനക്കൊരു സമ്മാനം തരണമെന്നാ എന്റെ ആഗ്രഹം. അതിന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തിയാ എന്റെ സൂര്യയെ. കാട്ടുകോഴിയുടെ കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിന്റെ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം അമ്മയാ പറഞ്ഞത്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. വെറുതെ വെടിവേഷം കെട്ടാനൊന്നും ഞാനില്ല. അമ്മ നിന്നോട് വെറുതെ എന്തോ തമാശ പറഞ്ഞതാ. പിന്നെ എന്റെ DKയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവല്ലേ. നടന്നത് തന്നെ. അമ്മ പറഞ്ഞതിനെ നീ നിസ്സാരമായിട്ട് കാണുന്ന എന്തിനാ ജ്യോതി? സുപ്രിയയുടെ സ്ഥാനത്ത് അമ്മ മരുമകളായിട്ട് കാണുന്നത് DK താലി കെട്ടിയ നിന്നെ തന്നെയാ. നാളെ ലോകം അവസാനിക്കുന്നു നീ പറഞ്ഞാ ഞാനത് ചിലപ്പോ വിശ്വസിച്ചു വരും. പക്ഷെ ഇത് എനിക്ക് തീരെ വിശ്വാസമില്ല. ആഗ്രഹങ്ങളൊക്കെ എന്നെയും മനസ്സിലിട്ട് കൊന്നുകളഞ്ഞതാ ഞാൻ. എന്നിട്ടാണോ നീ ഇവിടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും ജീവിക്കുന്നത്? അത് നീ പറഞ്ഞത് ശരിയാ. ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുന്നുണ്ട് ഞാൻ. പക്ഷേ എന്റെ ഉള്ളു കരയുന്നത് ആരും കാണുന്നില്ല. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണിന് എന്റെ ഗതികേട് ഉണ്ടായിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അവളെ സ്നേഹിക്കുന്ന ഭർത്താവാ. പക്ഷേ അവഗണന മാത്രമാ എന്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കഴുത്തില് താലി കെട്ടി, പക്ഷെ ഭാര്യയുടെ അംഗീകാരമില്ല. ഒരു മുറിക്കകത്ത് കിടക്കാനുള്ള അനുവാദമുണ്ട്. എന്നാ ഭർത്താവിന്റെ സ്നേഹം നിറഞ്ഞൊരു വാക്കോ ഒരു തലോടലോ കിട്ടാൻ എനിക്ക് അവകാശമില്ല. ഭർത്താവിനൊപ്പം ഒരു കട്ടിലിൽ കിടക്കാനുള്ള അവകാശം പോലുമില്ല.